മെയ് 27 8-ാം ആഴ്ചയിലെ ബുധനാഴ്ച. മർക്കോസ് 10:32 മുതൽ 45 വരെ വാക്യങ്ങൾ. ഇറ്റാലിയൻ ശില്പിയായ ഡൊണാറ്റലോ മൈക്കലാഞ്ചലോയുടെ സമകാലികനായിരുന്നു. ഫ്ലോറൻസിലെ ക്വാറികളിൽ നിന്നുള്ള ഒരു മാർബിൾ കഷ്ണം ഒത്തിരി പോരായ്മയുള്ളത് എന്ന കാരണം മൂലം ഡൊണാറ്റലോ ഒരിക്കൽ നിരസിച്ചു. എന്നാൽ പിന്നീട് അത് മൈക്കലാഞ്ചലോയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് തൻ്റെ മാസ്റ്റർ പീസായ ഡേവിഡിന് രൂപം കൊടുത്തു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പോരായ്മകളുള്ളവരായിരുന്നു എന്ന് ഇന്നത്തെ വായന നമുക്ക് കാണിച്ചു തരുന്നു. ദൈവരാജ്യത്തിൽ ബഹുമാന്യമായ ഒരു സ്ഥാനത്തിനായി പോരാടുന്നവരായി യാക്കോബും യോഹന്നാനും ചിത്രീകരിക്കപ്പെടുന്നു. ഒരു സാധാരണ നേതാവ് ഇതുപോലുള്ള അതിമോഹികളായ മനുഷ്യരെ നിരസിക്കുമായിരുന്നു. എന്നാൽ യേശു തൻ്റെ സഭ പണിയുന്നുള്ള അടിത്തറ ഈ വ്യക്തികളിൽ നിന്ന് കൊത്തിയെടുത്തതാണ്. യേശുനാഥൻ തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും ദൈവരാജ്യത്തിൻ്റെ മഹത്വം അളക്കുന്നത് അധികാരത്തിൻ്റെയും സ്ഥാനങ്ങളും തേടുന്നതിന് പകരം മറ്റുള്ളവരോടുള്ള എളിമയും സേവനവും മൂലമാണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു മഹത്വത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ തകർക്കുന്നു. ദൈവരാജ്യത്തിലെ മഹത്വത്തിൻ്റെ യഥാർത്ഥ അടയാളങ്ങളായി വിനയം, നിസ്വാർത്ഥത, സേവനം എന്നിവയെ ഈ സമൂലമായ പുനർനിർവചനം ഊന്നിപ്പറയുന്നു. അധികാരത്തിനും അന്തസ്സിനും മുൻഗണന നൽകുന്ന സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നു. അധികാരത്തിനും സ്വയം ഉയർത്തലിനും വേണ്ടിയുള്ള പരിശ്രമം പലപ്പോഴും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ഗുണങ്ങളെ മറികടക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിൽ സേവനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഇപ്പോഴും വളരെ പ്രസക്തമാണ്. കൂടെ ജോലി ചെയ്യുന്നവരോടൊപ്പം പ്രവർത്തിച്ചും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും അധികാരത്തേക്കാൾ യഥാർത്ഥ സേവനത്തിലൂടെ കരുതലിൻ്റെയും ബഹുമാനത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുത്തും സേവക നേതൃത്വത്തെ ഉൾക്കൊള്ളുന്ന സിഇഒയെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കാം, വിനയത്തോടും അനുകമ്പയോടും കൂടി നയിക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ക്ഷേമത്തിന് എങ്ങനെ മുൻഗണന നൽകാം എന്നതിനെക്കുറിച്ചുള്ള ആത്മപരിശോധനയാണ് ഇന്നത്തെ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഉൾപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ മാനസികാവസ്ഥ സ്വീകരിക്കുന്നതിലൂടെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും മൊത്തത്തിൽ സ്വാധീനിക്കുന്ന യേശുവിൻ്റെ മാതൃകയുടെ പരിവർത്തന ശക്തിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.